സർക്കാർ ഈ സമരത്തിന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. മിനിസ്റ്റർ ഈ സമരം തുടങ്ങി 5-ാമത്തെ ദിവസം ഒരു ചർച്ച നടത്തിയെങ്കിലും അത് പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള ഒരു ചർച്ചയല്ല. അത് നമ്മൾ സമരം അവസാനിപ്പിച്ച് പോകണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നേതാക്കന്മാരെ അങ്ങോട്ട് വിളിച്ചത്. പിന്നെ സാമ്പത്തിക പരാധീനതയുടെ കാലഘട്ടത്തിലും ലക്ഷങ്ങൾ ശമ്പളവും പെൻഷനും ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അത് വീണ്ടും ലക്ഷങ്ങളായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആശമാരുടെ ഒരു മാസത്തെ ഓണറേറിയം കൊടുക്കുന്നതിന് 24 കോടി രൂപ മതി. അത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു തുകയല്ല. അത് റോളിംഗ് ഫണ്ടായിട്ടെടുത്ത് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതാണ് കുടിശ്ശിക വരുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ മിനിസ്റ്റർ പറഞ്ഞ സമരത്തിന് വന്നത് ഞങ്ങൾ സമരത്തിൻ്റെ ആളുകളല്ലേ, അതല്ലേ ഇവിടെ ഇന്ന് 12-ാമത്തെ ദിവസമാണ് ഈ പൊരിവെയിലെത്തിരിക്കുന്നത്. മിനിസ്റ്റർ സമരത്തിന് വരുമ്പം ഇതുപോലെ ഇരിക്കാൻ തയ്യാറായി വരണം. ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ദില്ലിയിലേക്ക് മിനിസ്റ്റർക്കൊപ്പം പോകാൻ തയ്യാറാണ്. അവിടെ ഇരിക്കാൻ തങ്ങൾക്കൊപ്പം ഇരിക്കാൻ മന്ത്രി തയ്യാറാവണം. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നത് വരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. ആ ഒരു ചർച്ച, അതായത് 6-ാം തീയതിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം മറ്റു യാതൊരുവിധ ഡയലോഗും നമുക്കിടയിൽ നടന്നിട്ടില്ല. അത് മന്ത്രിയുമായോ സർക്കാരുമായോ നടന്നിട്ടില്ലല്ലോ. 6-ാം തീയതി അല്ല, 15-ാം തീയതിയാണ് ചർച്ച നടന്നത്. നമ്മുടെ സമരം തുടങ്ങിയതിൻ്റെ 5-ാം ദിവസം. അതിനുശേഷം ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് വരെ ഈ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം, അല്ലേ? അങ്ങനെ തീരുമാനിച്ചാണല്ലോ നമ്മൾ വന്നത്. നമുക്കിവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് എന്ത് കിട്ടാനാണ്? അല്ലെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? 7,000 രൂപയാണ് കിട്ടുന്നത്. അത് തന്നെ മാസങ്ങളിപ്പോൾ 11-ാം തീയതി നമ്മളിവിടെ സമരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം രാത്രി 11-ാം തീയതി രാത്രി ജിയോ വന്നു 2 മാസത്തെ ഓണറേറിയം. ഇന്നലെ 20-ാം തീയതി ഇന്നലെയാണ് ചിലരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് 1 മാസത്തെ ഓണറേറിയം വന്നത്. ഈ 2 മാസത്തെ ഇവിടെ ചില പത്രങ്ങൾ എഴുതി 26,400 രൂപ എല്ലാ ആശമാരുടെയും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഒരാശമാരുടെയും വന്നിട്ടില്ല. വന്നത് 1 മാസത്തത് 6,000 രൂപ വെച്ചും 6,300 രൂപ വെച്ച് ക്രൈറ്റീരിയ വെച്ച് അത് വെട്ടിക്കുറച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാണ് ഇവർ ആവർത്തിച്ച് ഭരണാനുകൂല ആളുകൾ ചർച്ചയിലും പത്രങ്ങളിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 13,200 രൂപ ആശമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ്. 7,000 രൂപയാണ് ഓണറേറിയം എന്ന് അവർ പറഞ്ഞു. പിന്നെ ഈ ബാക്കി തുക 6,000-ഓളം വരുന്ന തുക എവിടെ നിന്നാണ്? ഇൻസെൻറ്റീവ് എത്രത്തോളം കിട്ടും? ഇവിടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് 2,000 രൂപയാണ്. 7,000 രൂപ എല്ലാ ക്രൈറ്റീരിയയും പൂർത്തിയാക്കി ഒരു ആശാ വർക്കർ ഓണറേറിയം ലഭിക്കുകയാണെങ്കിൽ 7,000 രൂപ കിട്ടും. ഫിക്സഡ് ഇൻസെൻറ്റീവും ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ പൂർത്തീകരിച്ചാൽ 2,000 രൂപ 9,000 രൂപ വരത്തുള്ളൂ. എന്നാലും പിന്നെ ഈ പറയുന്ന ആളുകൾ ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ ഈ ആശാവർക്കർമാർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് എത്ര ആണെന്നും കൂടി ആശാവർക്കർമാരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്നത് നല്ലതാണ്.